നോമ്പുതുറയിലെ കാത്തിരിപ്പ്. ആകാശം പതുക്കെ ഇളം ഓറഞ്ച് നിറത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. പള്ളിയുടെ മുറ്റത്ത് റമളാനിലെ ആ ശാന്തമായ കാത്തിരിപ്പിന്റെ അന്തരീക്ഷം നിറഞ്ഞു നിന്നു. നോമ്പു തുറക്കാൻ കാത്തിരിക്കുന്ന 9 സുഹൃത്തുക്കൾ അവിടെ ഒരുമിച്ചിരിപ്പുണ്ടായിരുന്നു. ക്ഷമയോടെ ഇരിക്കുകയാണെന്നവർ നടിച്ചെങ്കിലും സത്യത്തിൽ അവർക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. സഹീദ് പിറകോട്ട് ചാരി ദീർഘശ്വാസം അയച്ചു. എന്തുകൊണ്ടാ ഈ അവസാനത്തെ 5 മിനിറ്റിന് നോമ്പെടുത്ത മുഴുവൻ സമയത്തേക്കാളും ദൈർഘ്യം തോന്നുന്നത്? കുഞ്ഞാനി ഫോൺ എടുത്തുകൊണ്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. റിലാക്സ്, ഇനി 3 മിനിറ്റ് കൂടിയുണ്ട്. മിദ്ലാജ് തന്റെ ഫോൺ നോക്കി മുഖം ചുളിച്ചു. അളിയ, എന്റെ ഫോണിൽ 5 മിനിറ്റ് ഉണ്ടല്ലോ. സൽമാൻ ഉടനെ ഇടപെട്ടു. ഒരു ചാൻസുമില്ല, എന്റെ ഫോണിൽ 1 മിനിറ്റേ ഉള്ളൂ. സ്വാവാലിഹ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ഇനി ഇതിൽ ആരുടെ വിശപ്പിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എല്ലാവരും അവരവരുടെ ഫോണുകൾ പുറത്തെടുത്തു. അൻഷാദ് വലിയ ആത്മവിശ്വാസത്തോടെ അവന്റെ പ്രാർത്ഥന ആപ്പ് തുറന്നു. ഇതാണ് ഏറ്റവും കൃത്യം, ഇതിലൊരു തർക്കവുമില്ല. റംസാൻ നാടകീയമായി തലയിളക്കി. ആപ്പുകളൊക്കെ ഇന്റർനെറ്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പള്ളിയിലെ സ്പീക്കറിനെ വിശ്വസിക്കുക, അതാണ് ശരിയായ രീതി. സമയം പെട്ടെന്ന് മാറുമെന്ന് കരുതി നവാർ 3 തവണ തന്റെ ഫോണിലെ വിഡ്ജറ്റ് റിഫ്രഷ് ചെയ്തു. ഇതൊന്നും അറിയാതെ ഷാഹിദ് അസ്തമയ സൂര്യനുമായി വിലപേശുകയാണെന്ന മട്ടിൽ ആകാശത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പള്ളിമുറ്റം പെട്ടെന്ന് സമയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ കോൺഫറൻസ് ഹാളായി മാറി. ആപ്പ് സെറ്റിംഗ്സ്, ഇന്റർനെറ്റ് ഡിലേ, തെറ്റായ ലൊക്കേഷൻ, ഇതിനിടയിൽ ഏതോ അന്താരാഷ്ട്ര യാത്രക്കാരെ പോലെ ചിലർ ടൈം സോണുകളെ കുറിച്ച് വരെ സംസാരിച്ചു. വിശപ്പ് എല്ലാ കാര്യങ്ങളെയും വളരെ ഗൗരവമുള്ളതാക്കി മാറ്റി. അവസാനം എല്ലാ തർക്കങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും അനാവശ്യ ചർച്ചകൾക്കും ശേഷം ബാങ്ക് വിളി ആ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. ഒരു നിമിഷത്തേക്ക് അവിടെ വലിയൊരു നിശബ്ദതയായിരുന്നു. പിന്നീട് അവരുടെ ആ ചർച്ചയേക്കാൾ ഉച്ചത്തിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ആ ഒരു ശബ്ദത്തിൽ എല്ലാ ക്ലോക്കുകളും ആപ്പുകളും തിയറികളും അപ്രത്യക്ഷമായി. നോമ്പു തുറക്കാനായി ഈന്തപ്പഴമെടുക്കുന്നതിനിടയിൽ സഹീദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപക്ഷെ സമയം പതുക്കെയായതായിരിക്കില്ല, നമ്മൾ എപ്പോഴും ആ സമയത്തേക്ക് തന്നെ നോക്കിയിരുന്നതുകൊണ്ടാകും. ആദ്യത്തെ കവിൾ വെള്ളം കുടിക്കുന്നതിനിടയിൽ സൽമാൻ സമ്മതത്തോടെ തലകുലുക്കി. അടുത്ത തവണ നമുക്ക് ക്ലോക്കുകൾ നോക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ ക്ഷമയെ എത്രത്തോളമുണ്ടെന്ന് പരിശോധിക്കാം. പൊട്ടിച്ചിരികൾക്കും ക്ഷീണിച്ച പുഞ്ചിരികൾക്കും ആ ആദ്യത്തെ മധുരമുള്ള കവിൾ വെള്ളത്തിനുമിടയിൽ അവർ ഒരു ലളിതമായ കാര്യം മനസ്സിലാക്കി. ഗുണപാഠം. റമദാൻ എന്നത് നോമ്പു തുറക്കാനുള്ള മിനിറ്റുകൾ എണ്ണുന്നതിലല്ല, മറിച്ച് ക്ലോക്കിൽ നോക്കാതെ ക്ഷമിക്കാൻ പഠിക്കുന്നതിലാണ്.